Now we are going to discuss expectation value. So we define expectation value of A. Of A means of operator A or of observable A. So we define expectation value of operator A taken with respect to state get alpha. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ പറയുന്നത്. ഇത് സിമ്പിൾ expectation value of A is equal to with respect to state get alpha ആണല്ലോ. So it is bra alpha A get alpha. It is the expectation value. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനെ ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ സഫിക്സ് ആൽഫ വെച്ചിട്ട് കാണിക്കും. അത് വേറൊരു നൊട്ടേഷനാണ്. എനിവേ നമ്മളിവിടെ ഇതാണ് ഉപയോഗിക്കുന്നത്. So this is the definition. So equation number 1 എന്ന് പറയുന്നത് it is the definition of expectation value. So it is actually average measured value. So expectation value is average measured value. അതെങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ നോക്കാം. So it is an average measured value നമ്മൾ പറഞ്ഞു. അതിനെ expectation value of A using the closure property അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സമ്മേഷൻ ഓവർ എ പ്രൈം സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം ബ്രാ ആൽഫ ഈസ് ദർ ദെൻ എ ഓപ്പറേറ്റർ എ ഉണ്ട്, ദെൻ കെറ്റ് ആൽഫ, ഇവിടെ കെറ്റ് ആൽഫ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ കെറ്റ് എ ഡബിൾ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം ആൻഡ് വിത്ത് ദ സമ്മേഷൻ ഇറ്റ് ഈസ് 1. അതേപോലെ തന്നെ കെറ്റ് എ പ്രൈം ബ്രാ എ പ്രൈം വിത്ത് സമ്മേഷൻ എ പ്രൈം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനെ എഴുതി. ഓക്കെ, സമ്മേഷൻ ഓവർ എ പ്രൈം സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം ബ്രാ ആൽഫ കെറ്റ് എ ഡബിൾ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം എ കെറ്റ് എ പ്രൈം ബ്രാ എ പ്രൈം കെറ്റ് ആൽഫ. So we use the closure property there. So expectation value of A where A double prime equal to A1 ആണെങ്കിൽ എങ്ങനെ എഴുതാം, എ ഡബിൾ പ്രൈമിൻ്റെ സ്ഥാനത്തൊക്കെ എ പ്രൈം എന്ന് കൊടുക്കുക. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ പ്രൈം എന്ത് വരും, ബ്രാ ആൽഫ കെറ്റ് എ പ്രൈം ദെൻ ബ്രാ എ പ്രൈം എ കെറ്റ് എ പ്രൈം ദെൻ ബ്രാ എ പ്രൈം കെറ്റ് ആൽഫ. അപ്പോൾ ഈ രണ്ടിനെയും നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലോ, ഇത് രണ്ടും. സോ വിച്ച് ഈസ് ദ മോഡുലസ് അല്ലേ, ഒന്ന് ബ്രാ ആൽഫ കെറ്റ് എ പ്രൈം, ഒന്ന് ബ്രാ എ പ്രൈം കെറ്റ് ആൽഫയാണ്. അപ്പോൾ മോഡുലസിൻ്റെ സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് സമ്മേഷൻ ഓവർ എ പ്രൈം മോഡുലസ് സ്ക്വയർ ഓഫ് ബ്രാ എ പ്രൈം കെറ്റ് ആൽഫ. ദെൻ ബാക്കിയുള്ളത് എന്താണ്, ഈ ഒരു ടേമാണ്, അതിന് നമ്മൾ ഒരുമിച്ച് എഴുതി. സോ ഇതാണുള്ളത്. ഇതിൽ തന്നെ നമ്മൾ എന്താണ്, ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത് കെറ്റ് എ പ്രൈമിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഓപ്പറേറ്റർ എ കെറ്റ് എ പ്രൈമിൽ ആക്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, എ പ്രൈം എന്ന് പറയുന്ന ഈഗൻ വാല്യൂ വിത്ത് ദ സെയിം ഈഗൻ ഗെറ്റ്. അപ്പോൾ ആ എ പ്രൈം എന്ന് പറയുന്ന ഈഗൻ വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത്, സെയിം ഈഗൻ ഗെറ്റ് ഉണ്ട്. ഈ എ പ്രൈം എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു നമ്പർ അല്ലേ, അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്, ബാക്കി ബ്രാ എ പ്രൈമും കെറ്റ് എ പ്രൈമും ഉണ്ട്. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് വിത്ത് ദ സെയിം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് 1 ആയി കിട്ടി. പിന്നെ ബാക്കിയുള്ള നമ്മുടെ പ്രോബബിലിറ്റി സ്ക്വയറും ഉണ്ട്. സോ ദാറ്റ് ഈസ് എന്ത് കിട്ടി, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ എ പ്രൈം ഇൻറ്റു സമ്മേഷൻ ഓവർ എ പ്രൈം ദാറ്റ് ഈസ് ദ മെഷേർഡ് വാല്യൂ എ പ്രൈം ആൻഡ് ദ പ്രോബബിലിറ്റി ഫോർ ഒബ്റ്റെയിനിങ് എ പ്രൈം. അപ്പം ഇവിടെ സമ്മേഷൻ ഓവർ എന്ന് വെച്ചാൽ പ്ലസ് ചെയ്ത് പോവുകയാണ്. മെഷേർഡ് വാല്യൂ എ പ്രൈം കിട്ടി വിചാരിക്കുക, അടുത്ത വാല്യൂ എ ഡബിൾ പ്രൈം വെച്ചാൽ മെഷർ ചെയ്ത വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി പ്ലസ് മെഷർ ചെയ്ത അടുത്ത വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി പ്ലസ് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ ഈ പ്രോബബിലിറ്റി എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് 1 ആണ് വരേണ്ടത്. സോ ഫലത്തിൽ എന്താ വരിക, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് ദ എല്ലാം കൂടി മെഷർ ചെയ്തിട്ട് ആവറേജ് എടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് ദ ആവറേജ് മെഷേർഡ് വാല്യൂ. മനസ്സിലായില്ലേ? സോ നോട്ട് ടു കൺഫ്യൂസ് ഈഗൻ വാല്യൂസ് വിത്ത് എക്സ്പെക്റ്റേഷൻ വാല്യൂസ്. ഈഗൻ വാല്യൂസും എക്സ്പെക്റ്റേഷൻ വാല്യൂസും കൺഫ്യൂഷൻ ആവരുത്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് മെഷേർഡ് വാല്യൂ ആണ്. ഈഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ടുള്ള
eigen eigengetന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen values. For example, the expectation value of SZ, that is the set component of spin half system. നമ്മുടെ സിൽവർ ആറ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ SZ എന്ന് പറഞ്ഞാൽ അതിൻ്റെ eigen കെറ്റുകൾ എന്തൊക്കെയാണ്, eigen values എന്തൊക്കെയാണ്, eigengetന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen values എന്തൊക്കെയാണ്, -h/2 അല്ലേ. സ്പിൻ ഡൗൺ സ്ട്രീമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അളക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, -h/2 ആണ് കിട്ടുക. അതാണ് അതിൻ്റെ eigen value 1. രണ്ടാമത്തെ eigen value അപ് സ്ട്രീമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് eigen value +h/2 ആണ്. അപ്പോൾ അതാണ് eigen value എന്ന് പറയുന്നത്. 2 വാല്യൂസേ ഉള്ളൂ. eigen value എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും വരാം. -h/2ൻ്റെയും +h/2ൻ്റെയും ഇടയിലുള്ള ഏതൊരു നമ്പർ വരാം. ഫോർ എക്സാമ്പിൾ 0.273 h എന്ന് പറഞ്ഞാൽ അത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്, പക്ഷെ എന്തല്ല, eigen value അല്ല. ഓക്കെ. To clarify further the meaning of measurements in quantum mechanics, we introduce the notion of selective measurement. Okay, selective measurement or filtration. So in the first section we considered Stern-Gerlach arrangement, where we let only one of the spin components pass out of the apparatus while we completely block the other component. Or more generally we can say, we imagine a measurement process with a device that selects only one of the eigengets of A, say get A prime, and reject all others. Stern-Gerlach type experiment നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു ബീം ഓഫ് സിൽവർ ആറ്റം SGZ കൂടെ, അതായത് സെറ്റ് കമ്പോണൻറ്റിന് ലോങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുകയാണ്. അതിന് പുറത്തേക്ക് വരിക നമുക്ക് എന്ത് കിട്ടും, ഒന്നുകിൽ SZ പ്ലസ് ബീമും അത് SZ പ്ലസും കിട്ടും, SZ മൈനസും കിട്ടും. അതിൽ നമ്മൾ എന്ത് ബ്ലോക്ക് ചെയ്തു, വൺ ഓഫ് ദ eigengets ഓഫ് A, ഏതെങ്കിലും ഒരു eigengет മാത്രമാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തത്, ബാക്കിയൊക്കെ അത് റിജക്റ്റ് ചെയ്തു നമുക്ക് പറയാം. കണ്ടോ, ഗെറ്റ് ആൽഫ എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്. സോ നമ്മൾ സ്റ്റേൺ-ഗെർലാക്ക് കൂടെ കടത്തി വിട്ടു, അഥവാ എ ആണ് ഒബ്സർബിൾ ഓപ്പറേറ്റർ എ നമ്മൾ മെഷർ ചെയ്യുകയാണ്, മെഷർമെൻറ്റ് ചെയ്തു. നമ്മൾക്ക് 2 eigen കെറ്റുകളാണ് ഉണ്ടാവുക, ഒന്ന് ഗെറ്റ് എ പ്രൈമും ഗെറ്റ് എ ഡബിൾ പ്രൈമും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് എ ഡബിൾ പ്രൈമിനെ ബ്ലോക്ക് ചെയ്തു. എ ഡബിൾ പ്രൈം നോട്ട് ഈക്വൽ ടു എ ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഗെറ്റ് എ പ്രൈം മാത്രം കിട്ടി. അപ്പോൾ ഇവിടെ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് മെഷർമെൻ്റ് ആണ് നടന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ പഠിച്ചു. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്താണ്, അത് ഏതൊരു സ്റ്റേറ്റ് ഗെറ്റിലാണ് ആക്ട് ചെയ്യുന്നത്, വൺ ഓഫ് ദ eigen ഗെറ്റിലേക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ആ സിസ്റ്റത്തിനെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതല്ലേ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ലാംഡ എ പ്രൈം എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ക്യാപിറ്റൽ ലാംഡ എ പ്രൈം ഈസ് ആക്ടിങ് ഓൺ ഗെറ്റ് ആൽഫ, ദാറ്റ് വിൽ ഗെറ്റ് ലാംഡ എ പ്രൈം എന്താ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ഈസ് ഗെറ്റ് എ പ്രൈം, ബ്രാ എ പ്രൈം ആണ്, ആ വാല്യൂ കൊടുത്തു വിത്ത് ഗെറ്റ് ആൽഫ. അപ്പോൾ ഇതൊരു നമ്പറാണ്, കണ്ടോ, ഇറ്റ് ഈസ് എ നമ്പർ ആക്ച്വലി, ഇന്നർ പ്രൊഡക്റ്റിൽ അതൊരു നമ്പറാണ്. നമുക്ക് എന്ത് കിട്ടി, ഗെറ്റ് എ പ്രൈം വിത്ത് എ നമ്പർ. അപ്പോൾ ലാംഡ ദാറ്റ് ഈസ് ഗെറ്റ് ആൽഫ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ അത് ഏതിനെ അലോങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു, ഗെറ്റ് എ പ്രൈമിനെ അലോങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, സോ മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, ഒരു സെലക്റ്റീവ് മെഷർമെൻറ്റ് amounts to applying the projection operator lambda a prime to get alpha.